കവിയൂർ, കിളിരൂർ, സൂര്യനെല്ലി കേസുകൾക്ക് ശേഷം കേരളത്തെ ഞെട്ടിച്ച പീഡന പരമ്പര. പത്തനംതിട്ടയിൽ ഒരു പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിന് ഇരയായത് 5 വർഷത്തോളമാണ്. 13 വയസ്സ് മുതൽ അവൾ നേരിട്ട പീഡന കഥകൾ കേട്ടാൽ മനസാക്ഷിയുള്ളവരുടെ ഉള്ളു പൊള്ളും. സ്വന്തം സുഹൃത്തുക്കളും അച്ഛൻ്റെ സുഹൃത്തുക്കളും ഉൾപ്പെടെ 62 പേരാണ് അവളെ ക്രൂരമായി പീഡനത്തിന് ഇരയാക്കിയത്. ഇതിൽ പ്രായപൂർത്തിയാകാത്തവരും ഓട്ടോറിക്ഷ തൊഴിലാളികളും തുടങ്ങി പ്രവാസികളും സമൂഹത്തിൽ മാന്യന്മാരെന്ന് നടിച്ച് ജീവിക്കുന്നവരുമുണ്ട്. കേസിൽ ഇതുവരെയും 43 പ്രതികൾ അറസ്റ്റിലായി. പത്തനംതിട്ട പോക്സോ കേസിൽ ഇനിയും കൂടുതൽ പേർ കുടുങ്ങുമോ? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പെട്രോൾ. സ്വാഗതം. +2 വിദ്യാർത്ഥികൾ, പിതാവിൻ്റെ സുഹൃത്തുക്കൾ, കായികാധ്യാപകൻ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. പത്തനംതിട്ടയിൽ ക്രൂരപീഡനത്തിനിരയായ പെൺകുട്ടിയുടെ ഡയറിയിൽ ഇങ്ങനെ 62 പേരുകളുണ്ട്. തൻ്റെ ജീവിതം പിച്ചി ചീന്തിയവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അവളുടെ ഉള്ളിൽ ഭീതിയാണ്. കേസിൽ ഇതുവരെയും അറസ്റ്റിലായത് 43 പ്രതികൾ. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലുണ്ടായിരുന്ന 4 പേരുടെയും മറ്റൊരു പ്രതിയുടെയും അറസ്റ്റുകൾ രേഖപ്പെടുത്തി. 29 FIRകളും പോലീസ് രജിസ്റ്റർ ചെയ്തു. പ്രതിപ്പട്ടികയിലുള്ളവരിൽ 4 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. വിദേശത്തും മറ്റ് സംസ്ഥാനത്തുമുള്ള പ്രതികളെ കണ്ടെത്തുന്നതിന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനാണ് പോലീസിന്റെ നീക്കം. പത്തനംതിട്ട, പന്തളം, ഇലവുംതിട്ട, മലയാളപ്പുഴ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലായാണ് അറസ്റ്റുകൾ. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ 43 പേർ അറസ്റ്റിലായി. 62 പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. 13 വയസ്സ് മുതൽ പീഡനത്തിനിരയായ പെൺകുട്ടിക്ക് ഇപ്പോൾ 18 വയസ്സുണ്ട്. പ്രതികളിൽ പലരും വിദേശത്തും ഇതര സംസ്ഥാനങ്ങളിലുമാണ്. ഇവരെ കണ്ടെത്തുന്നതിന് ലുക്കൌട്ട് നോട്ടീസ് ഉടൻ പുറപ്പെടുവിക്കും. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ 4 പേരുടെ അടക്കം അറസ്റ്റുകൾ റെക്കോർഡ് ചെയ്തു. DIG അജിത ബീഗത്തിന്റെ മേൽനോട്ടത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. ഇന്നലെ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. +2 വിദ്യാർത്ഥികൾ, പിതാവിന്റെ സുഹൃത്തുക്കൾ, കായിക അധ്യാപകൻ, ഇയാളുടെ സഹായികൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഇങ്ങനെ നീളുന്നു പീഡിപ്പിച്ചവരുടെ പട്ടിക. ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയവരുടെ പേരുകൾ പെൺകുട്ടി ഡയറിയിൽ എഴുതി സൂക്ഷിച്ചത് കേസന്വേഷണത്തിന് സഹായകമായി. പ്രതികൾ പെൺകുട്ടിയുമായി സംസാരിച്ച ഫോൺ രേഖകളും ശാസ്ത്രീയ തെളിവുകളും പരിശോധിച്ചാണ് അറസ്റ്റുകൾ. പ്രായപൂർത്തിയാകാത്ത 4 പേർ പ്രതിപ്പട്ടികയിലുണ്ട്. പത്തനംതിട്ട സ്റ്റേഷനിൽ 11 കേസും ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിൽ 16 കേസുമുണ്ട്. വിവിധ സ്റ്റേഷനുകളിലായി 29 FIRകളാണ് എടുത്തിട്ടുള്ളത്. ന്യൂസ് 18 പത്തനംതിട്ട. അയൽവാസികളെയും ബന്ധുക്കളെയും പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലമാണിത്. മക്കളെ അടുത്ത വീടുകളിലോ കടകളിലോ തനിച്ചയക്കുമ്പോൾ മാതാപിതാക്കളുടെ ശ്രദ്ധ അവർക്ക് മേൽ ഉണ്ടാകണം. ഇല്ലെങ്കിൽ കൊല്ലം പുനലൂരിൽ സംഭവിച്ചതുപോലുള്ള ദുരന്തങ്ങൾ നമ്മുടെ കുട്ടികളെയും വേട്ടയാടിയേക്കാം. പുനലൂരിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ചത് അയൽവാസിയാണ്. കേസിൽ പുനലൂർ സ്വദേശി കൃഷ്ണൻകുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടി പ്രതിയുടെ തയ്യൽ കടയിലെത്തിയപ്പോഴായിരുന്നു സംഭവം. പ്രതി കൃഷ്ണൻകുട്ടി പുനലൂർ ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ നഗരസഭാ കെട്ടിടത്തിൽ തയ്യൽ കട നടത്തുന്നയാളാണ്. അവിടെ കഴിഞ്ഞ ദിവസം തുണി തയ്ച്ചു വാങ്ങുന്നതിനായി വന്നതായിരുന്നു 14-കാരൻ. കുട്ടിയുടെ അയൽവാസി കൂടിയായ പ്രതി തന്റെ കടയിൽ നിന്ന് പിന്നീട് പോകാമെന്ന് പറഞ്ഞ് പിടിച്ചിരുത്തുകയും തുടർന്ന് ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തെക്കുറിച്ച് പുറത്തു പറയരുതെന്ന് പ്രതി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു.
പീഡനത്തെ തുടർന്ന് മാനസികമായി തകർന്ന 9ാം ക്ലാസ്സുകാരൻ വീട്ടിലെത്തി കാര്യങ്ങൾ പറഞ്ഞു. ഇതേ തുടർന്ന് മാതാപിതാക്കൾ പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പുനലൂർ പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. സാധാരണ ചുമട്ട് തൊഴിലാളിയിൽ നിന്ന് സ്വാമിയായി മാറിയതാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സിദ്ധൻ വീട്ടിൽ മണിയൻ. വീടിന് സമീപം ഒരു ക്ഷേത്രം സ്ഥാപിച്ച് പൂജകൾ തുടങ്ങിയതോടെ ഗോപൻ സ്വാമി എന്ന വിളിപ്പേര്. ഇദ്ദേഹത്തിൻ്റെ മരണത്തോടെ പുറത്തു വരുന്നത് സംശയം ജനിപ്പിക്കുന്ന ഒട്ടേറെ കഥകളാണ്. ഗോപൻ സ്വാമി ധ്യാനത്തിലിരിക്കുമ്പോൾ സമാധിയായി, പിന്നീട് ആത്മാവ് കൈലാസത്തിലേക്ക് പോകുന്നത് കണ്ടു എന്ന കുടുംബത്തിൻ്റെ വാദം വിശ്വസനീയമാണോ? നാട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് സ്വാമിയുടെ മരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ വിവാദ സമാധി സ്ഥലം പൊളിച്ചു നീക്കി പരിശോധന നടത്താൻ പോലീസ് നീക്കം തുടങ്ങിയതോടെ നാടകീയ രംഗങ്ങൾ. ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. കാവുവിളാകം കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം പൊളിച്ച് പരിശോധന നടത്താൻ ജില്ലാ കളക്ടറും വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയതിന് പിന്നാലെയാണ് പ്രതിഷേധങ്ങളുടെ തുടക്കം. സമാധി സ്ഥലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് കുടുംബാംഗങ്ങൾ. സമീപത്ത് അവർക്ക് പിന്തുണയുമായി ഹൈന്ദവ സംഘടനകൾ കൂടി എത്തിയതോടെ സംഘർഷ സാധ്യതയേറി. പിന്നാലെ സബ് കളക്ടർ കുടുംബാംഗങ്ങളുമായും പ്രതിഷേധക്കാരുമായും ചർച്ച നടത്തി. ഇതോടെ മണിക്കൂറുകൾ നീണ്ട സംഘർഷ സാഹചര്യത്തിന് അയവ് വന്നു. തുടർന്ന് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ സമാധാന ചർച്ച. വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും സമാധി സ്ഥലം പൊളിച്ചു പരിശോധിക്കുമെന്നും സബ് കളക്ടർ. സാഹചര്യം കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നമ്മൾ അവരുടെ ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത്. അപ്പം അതിന്റെ ഇതിൽ നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും ഇതായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ തൽക്കാലം അവിടുത്തെ ഒരു സിറ്റുവേഷൻ ഡിഫ്യൂസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിലവിലൊരു തീരുമാനം. കല്ലറ എപ്പോൾ പൊളിക്കണമെന്ന കാര്യത്തിൽ നാളെ തീരുമാനമെടുക്കും. മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ അസ്വാഭാവികത നീക്കാൻ മാത്രമാണ് നടപടികളുമായി മുന്നോട്ടു പോകുന്നതെന്നും സബ് കളക്ടർ അറിയിച്ചു. മരണശേഷം ദൈവത്തിന്റെ അടുക്കൽ പോകണമെങ്കിൽ മൃതദേഹം വീട്ടുകാരല്ലാതെ മറ്റാരെയും കാണിക്കരുതെന്നും സമാധി ഇരുത്തണമെന്നും ഗോപൻ സ്വാമി നിർദ്ദേശം നൽകിയിരുന്നതായാണ് മക്കളുടെ മൊഴി. ന്യൂസ് 18 തിരുവനന്തപുരം. കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയുടെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തൽ. മൈനാഗപ്പള്ളി സ്വദേശിനി ശ്യാമയെ കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഭർത്താവ് കൊലപ്പെടുത്തുകയായിരുന്നു. യുവതിയുടെ മരണത്തിൽ ചില സംശയങ്ങൾ നാട്ടുകാർക്കുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഭർത്താവ് രാജീവിനെ ശാസ്താംകോട്ട പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. ഭാര്യയെ ആശുപത്രിയിലെത്തിക്കാൻ വാഹനം വിളിച്ചു തരണമെന്നാവശ്യപ്പെട്ട് രാജീവ് നാട്ടുകാരെ സമീപിച്ചതോടെയാണ് വിവരം പുറത്തറിയുന്നത്. ആശുപത്രിയിലെത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു.
തന്റെ ഭാര്യ നിലത്ത് വീണുവെന്നും ആശുപത്രിയിലെത്തിക്കാൻ ഒരു വാഹനം വിളിച്ചു നൽകണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം രാജീവ് നാട്ടുകാരെ സമീപിച്ചു. സമീപത്തെ ക്ഷേത്രോത്സവം നടക്കുന്ന ഇടത്തേക്ക് ഓടിയെത്തിയ രാജീവിനെയും കൂട്ടി നാട്ടുകാർ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് ശ്യാമ നിലത്ത് ബോധരഹിതയായി കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ ശാസ്താംകോട്ട ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ശാസ്താംകോട്ട പോലീസ് സ്ഥലത്തെത്തി രാജീവിനെ പിടികൂടി. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലപാതകമെന്ന് കണ്ടെത്തിയത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന നാട്ടുകാരുടെ പരാതിയിലായിരുന്നു പോലീസ് അന്വേഷണം. ന്യൂസ് 18 കൊട്ടാരക്കര. വസ്തുവകകളുടെ പേരിൽ വീടുകളിൽ ഉണ്ടാകുന്ന കലഹങ്ങൾ നിരവധി കുടുംബങ്ങളെയാണ് കണ്ണീരിലാക്കുന്നത്. വസ്തുവിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച വിവരം മറച്ചുവെച്ചതിന് മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കൊല്ലം പെരുമ്പുഴയിലാണ് നാടിനെ നടുക്കിയ സംഭവം. അമ്മയുടെ പരാതിയിൽ കുണ്ടറ പോലീസ് മകൻ മിഥുനെ അറസ്റ്റ് ചെയ്തു. മർദ്ദനത്തിൽ പരിക്കേറ്റ മാതാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുടുംബത്തിലെ വസ്തു രജിസ്ട്രേഷൻ സംബന്ധിച്ച് രജിസ്ട്രാർ ഓഫീസിൽ പോയ വിവരം പറയാത്തതിന്റെ ദേഷ്യത്തിലായിരുന്നു മകന്റെ പരാക്രമം. മാതാവിനെ മർദ്ദിക്കുകയും വാൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. കഴിഞ്ഞ 8 വൈകിട്ട് 3 സംഭവം. കല്ലുമോതിരമിട്ടിരുന്ന കൈകൊണ്ടും വാളിന്റെ പിടികൊണ്ടും ഇടിക്കുകയും വാൾ കൊണ്ട് കഴുത്തിൽ വെട്ടാൻ ശ്രമിക്കുകയും ചെയ്തു. കുണ്ടറ SHO അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മർദ്ദനത്തിൽ പരിക്കേറ്റ മാതാവ് ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് 18 കൊട്ടാരക്കര. നടി ഹണി റോസ് നൽകിയ പരാതിയിൽ മുൻകൂർ ജാമ്യം തേടിയ രാഹുൽ ഈശ്വറിന് തിരിച്ചടി. അറസ്റ്റ് തടയണമെന്ന രാഹുൽ ഈശ്വറിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ നിലപാട് അറിയിക്കാനും കോടതി ആവശ്യപ്പെട്ടു. ഈ മാസം 27-ന് കോടതി ഇനി ഹർജി പരിഗണിക്കും. അതേസമയം രാഹുൽ ഈശ്വറിനെതിരെ നടി ഹണി റോസ് നൽകിയ പരാതിയിൽ ധൃതി പിടിച്ച് നീക്കം വേണ്ടെന്ന നിലപാടിലാണ് പോലീസ്. നടി ഹണി റോസ് നൽകിയ പരാതിയിൽ രാഹുൽ ഈശ്വർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിന്റെ നിലപാട് തേടി ഹൈക്കോടതി. അറസ്റ്റ് തടയണമെന്ന രാഹുൽ ഈശ്വറിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. രാഹുൽ ഈശ്വർ ഓൺലൈനായി സമർപ്പിച്ച ഹർജി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി ഈ മാസം 27-ന് പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഹണി റോസ് പരാതി നൽകിയത്. നിലവിൽ കേസെടുത്തിട്ടില്ലെന്ന് രാഹുൽ ഈശ്വറിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. പരാതിയിൽ കേസെടുത്ത ശേഷമുള്ള അറസ്റ്റ് മുന്നിൽ കണ്ടാണ് ഹർജി നൽകിയതെന്നും അഭിഭാഷകൻ അറിയിച്ചു. തുടർന്നാണ് കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചത്. അതേസമയം രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് നൽകിയ പരാതിയിൽ ധൃതി പിടിച്ച് നീക്കം വേണ്ടെന്ന നിലപാടിലാണ് പോലീസ്. കേസിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പരാതിയിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്താനുള്ള സാഹചര്യം നിലവിലില്ലെന്നാണ് പോലീസ് നിരീക്ഷണം. വിഷയത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ട്. നിയമോപദേശം ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. തൃശൂർ സ്വദേശി സലീം ഇന്ത്യ എന്ന ചരിത്ര പ്രവർത്തകനും രാഹുലിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വൃദ്ധദമ്പതികളെ വീട് കയറി ആക്രമിച്ചതായി പരാതി. കുളത്തുങ്ങൽ സ്വദേശി ബാലൻസിനും ഭാര്യ ഗോമതിക്കും നേരെയാണ് ആക്രമണമുണ്ടായത്. ദമ്പതികളെ ആക്രമിച്ച സംഘം വീടും അടിച്ചു തകർത്തു. ഇവരുടെ വളർത്തുമകളുടെ മകനും സുഹൃത്തും ചേർന്ന് വീട്ടിലെത്തി വധഭീഷണി മുഴക്കിയതായും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ കാട്ടാക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
കാട്ടാക്കട കുളത്തുമ്പലിൽ താമസിക്കുന്ന ബാലസിനെയും ഭാര്യ ഗോമതിയെയും കഴിഞ്ഞ രാത്രിയിലാണ് വീട്ടിലെത്തി ആക്രമിച്ചത്. ഇവരുടെ വളർത്തുമകളുടെ മകൻ വിനോദും സുഹൃത്തുക്കളും ചേർന്ന് വീട്ടിലെത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. കഴിഞ്ഞ രാത്രി ബാലസ് നമ്പർ തെറ്റി വിനോദിനെ വിളിച്ചിരുന്നു. ഇതിന്റെ പേരിൽ വിനോദ് ബാലസിനെ തുടർച്ചയായി വിളിച്ച് അസഭ്യം പറഞ്ഞു. സഹികെട്ട ബാലസും തിരികെ അസഭ്യം പറഞ്ഞ ശേഷം ഫോൺ കട്ട് ചെയ്തു. ഇതിന്റെ പകയിലാണ് വിനോദും സുഹൃത്ത് കിരണും ചേർന്ന് ബാലസിന്റെ വീട്ടിലെത്തി ആക്രമണം നടത്തിയത്. ഇവൻ വന്ന് പിച്ചാത്തി കൊണ്ടുവന്ന് എൻ്റെ കരുതലിനെ വെച്ചിട്ട് നിനക്ക് ഞാൻ ഉയിര് പിച്ചയാണുണ്ടാ തരണത്, ഉയിര് ഇന്ന് ഞാൻ എടുക്കാനുള്ളതാണ്, ഇന്ന് നിനക്ക് ഞാൻ പിച്ചയായിട്ട് ഞാൻ തന്നിട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് വേണ്ടി ഇറങ്ങി. വേറെ കിരണെന്ന് പറഞ്ഞവൻ അവിടെ കരുതി കൊണ്ടുവന്ന് പിച്ചാത്തി വെച്ചിട്ട് ഇത് നിന്നെ ഇപ്പം ഞാൻ ശരിയാക്കി കളയും ഇവിടെ കിടന്ന് വിളിച്ച തിരിച്ച് വന്ന് എൻ്റെ കരുത്തിലിങ്ങനെ പിടിച്ച് കസേരി കൊണ്ട് ചേർത്ത് വെച്ചിട്ട് പിന്നെ കുത്താനായിട്ട് വാങ്ങിയിട്ട് പിന്നെ തിരിച്ച് വന്ന് ആ കഥവിൽ രണ്ടുമൂന്ന് കുത്തു. ഇവർ അങ്ങോട്ട് ചോദിച്ച് പിന്നീട് എന്നെ എന്തിനു ചീത്ത വിളിക്കുന്നത്, ഞാൻ എൻ്റെ ഫോണിൽ വിളിച്ചതല്ലേ, അങ്ങോട്ടെന്തിനു ചീത്ത വിളിക്കുക. അപ്പോൾ 2-3 ചീത്ത വീണ്ടും വിളിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ്യും, ഇനി വിളിക്കില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വയ്ക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കിടന്നങ്ങ് ഉറങ്ങി. പിന്നീടാണ് വന്ന് ഈ ബഹളം ഇവിടെ നടത്തിയത്. അപ്പോഴാണ് ഞങ്ങൾ എഴിച്ചത്. ഞാൻ പറഞ്ഞ് കഥ ഉറക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വീണ്ടും ഒരു ആൻ്റെ കൊല്ലട്ടെന്ന് പറഞ്ഞ് രണ്ടാമത് ഒരു കഥ തുറന്നു. കഥ തുറന്നപ്പോഴാണ് ഓടി അങ്ങ് അകത്ത് കയറി കഴുത്തിൽ കത്തി കൊണ്ട് വെച്ചു. ഇവരുടെ വീട് അടിച്ചു തകർത്ത സംഘം ബാലസിന്റെ കഴുത്തിൽ കത്തിവെച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. അയൽവാസികൾ തമ്മിലുള്ള തർക്കം ബോംബേറിൽ കലാശിച്ചൊരു വാർത്തയാണ് പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്നും കേട്ടത്. പെട്രോൾ ബോംബെറിഞ്ഞതിനെ തുടർന്ന് 2 പേർക്ക് പരിക്കേറ്റു. ചുനങ്ങാട് വീട് നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികൾക്ക് നേരെയാണ് അയൽവാസിയായ യുവാവിൻ്റെ അതിക്രമമുണ്ടായത്. പരുക്കേറ്റ കോഴിക്കോട് സ്വദേശികളായ നിർമ്മാണ തൊഴിലാളികളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരുക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ചുനങ്ങാട് വാണിവിലാസിനിയിൽ വീട് നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികൾക്ക് നേരെയാണ് അയൽവാസിയായ യുവാവിന്റെ അതിക്രമമുണ്ടായത്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന തൊഴിലാളികൾക്ക് നേരെ പെട്രോൾ ബോംബ് എറിയുകയായിരുന്നു. പരുക്കേറ്റ കോഴിക്കോട് സ്വദേശികളായ പ്രജീഷ്, ജിഷ്ണു എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുലർച്ചെ 2:30-നാണ് സംഭവം. തൊഴിലാളികൾ കിടന്നിരുന്ന ഭാഗത്താണ് ആക്രമണമുണ്ടായത്. വലിയ ശബ്ദം കേട്ടതോടെ വീട്ടുകാർ ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അയൽവാസിയുമായി ഉണ്ടായ തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. സംഭവത്തിൽ പ്രതിയെ കണ്ടെത്തിയിട്ടില്ല. പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 ഒറ്റപ്പാലം. അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പലപ്പോഴും കാരണം അതിർത്തി തർക്കമാണ്. ഇത് ആക്രമണങ്ങൾക്കും പിന്നീട് കേസിനുമൊക്കെ വഴിവെച്ചേക്കാം. ഇടുക്കി ഇരട്ടയാറിൽ അതിർത്തി തർക്കത്തിനൊടുവിലുണ്ടായ സംഘർഷത്തിൽ ഗൃഹനാഥനും അമ്മയ്ക്കും പരിക്കേറ്റു. ഇരട്ടയാറിന് സമീപം ഇടിഞ്ഞ മലയിൽ താമസിക്കുന്ന ടോമി തോമസിനും അമ്മയ്ക്കുമാണ് പരിക്കേറ്റത്. ഇവരെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസികളായ രാജേഷിനെയും മാതാവ് രത്നമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരട്ടയാർ ഇടിഞ്ഞിമല സ്വദേശികളും അയൽക്കാരുമായ താന്നിവേലിയിൽ ടോമിയും തേക്കാനത്ത് രാജേഷ് കുമാറും തമ്മിൽ സ്ഥലത്തിന്റെ അതിരുമായി ബന്ധപ്പെട്ട് ഏറെ നാളുകളായി തർക്കങ്ങളും സംഘർഷങ്ങളും പതിവാണ്. സംഭവത്തിൽ തങ്കമണി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് വീണ്ടും കഴിഞ്ഞ ദിവസം ഇരുവരും തമ്മിൽ തർക്കവും സംഘർഷവും ഉണ്ടായി.
ടോമി രാജേഷിനെ മർദ്ദിക്കുന്നത് കണ്ട് രാജേഷിന്റെ മാതാവ് രത്നമ്മ വെട്ടുകത്തിയുമായി എത്തി ആക്രമിക്കുന്നതിനിടെ ടോമിയുടെ തലയ്ക്ക് വെട്ടേറ്റു. ബഹളം കേട്ട് ഓടിയെത്തിയ ടോമിയുടെ മാതാവ് ത്രേസ്യാമ്മയ്ക്കും പരിക്കേറ്റു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ തങ്കമണി പോലീസ് രാജേഷിനെയും രത്നമ്മയെയും കസ്റ്റഡിയിലെടുത്തു. പിന്നീട് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. കൊല്ലം ജില്ലയിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ കള്ളനാണ് തീവെട്ടി ബാബു. സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 100-ലധികം മോഷണ കേസുകളിലെ പ്രതി. ഒരിടവേളയ്ക്ക് ശേഷം ബാബു വീണ്ടും പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. പ്രവാസിയുടെ അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലാണ് കൊല്ലം ഉളിയനാട് സ്വദേശി ബാബുവിനെ പള്ളിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. മടവൂർ ലൈല മൻസിലിൽ ഷെരീഫ ബീവിയുടെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ചയാണ് മോഷണം നടന്നത്. സിംഗപ്പൂരിൽ താമസിക്കുന്ന ഷെരീഫ ബീവിയും കുടുംബവും ഇക്കഴിഞ്ഞ ഒക്ടോബർ 29-ന് മലേഷ്യയിലേക്ക് തിരിച്ചുപോയിരുന്നു. ഡിസംബർ 1-ന് രാത്രിയിൽ വീട്ടിനകത്ത് വെളിച്ചം കണ്ടതിനെ തുടർന്ന് പരിസരവാസികൾ ബന്ധുക്കളെ വിവരം അറിയിച്ചു. തുടർന്ന് ബന്ധുക്കൾ പള്ളിക്കൽ പോലീസിൽ വിവരം നൽകി. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് വീടിന്റെ മുൻവാതിലിന്റെ ഇരുമ്പ് ഗ്രില്ലിലെ പൂട്ടും വാതിലും തകർത്തതായി കണ്ടത്. തുടർന്ന് കിടപ്പുമുറികൾ പരിശോധിച്ചപ്പോൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 12 പവൻ സ്വർണ്ണാഭരണങ്ങളും 50,000 രൂപയും നഷ്ടപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകൾ നശിപ്പിച്ച നിലയിലായിരുന്നു. മോഷ്ടാവ് ഉപയോഗിച്ചെന്ന് കരുതുന്ന ആയുധങ്ങൾ മോഷണം നടന്ന വീടിന് സമീപത്ത് നിർമ്മാണം നടക്കുന്ന വീടിന്റെ മുകളിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന വിദേശ മദ്യം മോഷ്ടാവ് ഉപയോഗിച്ചതിന്റെ സൂചനകളും ലഭിച്ചു. ഡിസംബർ 31-ന് രാത്രി മുതൽ CCTVയുടെ ഇന്റർനെറ്റ് വഴിയുള്ള ആക്സസ് സിംഗപ്പൂരിലുള്ള ഷെരീഫയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു. വീടിന് സമീപത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീടിന് മുകളിൽ ഇന്റർനെറ്റ് മോഡം തകർത്ത നിലയിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. ജനുവരി 1-ന് രാവിലെ 6 മണിക്ക് വീടിന് സമീപത്തു നിന്നും അപരിചിതൻ ഓട്ടോയിൽ കയറി ചടയമംഗലത്ത് പോയതായി പോലീസിന് വിവരം ലഭിക്കുകയും വീടിന് സമീപത്തെ CCTVയിൽ അപരിചിതൻ നടന്നു പോകുന്നതിന്റെ ചിത്രവും പതിഞ്ഞിരുന്നു. ഇതിൽ നിന്നും ആളെ തിരിച്ചറിഞ്ഞതോടെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് പ്രതിയെ പിടികൂടുന്നതിനായി ഊർജിത അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിനിടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രിയിൽ പ്രതിയെ പിടികൂടുകയായിരുന്നു. സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലായി 100-ലധികം മോഷണ കേസുകളിലെ പ്രതിയാണ് ബാബു. മോഷണം നടത്തി ഒളിവിൽ പോവുകയും പിടിയിലായി ജയിൽവാസം കഴിഞ്ഞിറങ്ങി വീണ്ടും മോഷണം നടത്തുന്നതാണ് തീവട്ടി ബാബുവിന്റെ പതിവ് രീതി. ന്യൂസ് 18 കൊല്ലം. കാസർഗോഡ് പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജി കൊലക്കേസ് അന്വേഷണത്തിൽ പ്രത്യേക സംഘത്തിന് അനൌദ്യോഗിക കൂച്ചുവിലങ്ങ്. ഇതോടെ കേസന്വേഷണവും പ്രതിസന്ധിയിലാണ്. മന്ത്രവാദിനി ജിന്നുമ്മ എന്ന ഷെമീനിയുടെ സംഘത്തിൽപ്പെട്ടവരെ ചോദ്യം ചെയ്തെങ്കിലും കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ അനുമതി ലഭിക്കുന്നില്ല. പ്രതികളുമായി അടുപ്പമുള്ള ചിലരുടെ സാമ്പത്തിക ഇടപാടുകളിൽ പല സംശയങ്ങളും ഉയരുന്നുണ്ട്. ഇങ്ങനെ സംശയത്തെ തുടർന്ന് ചോദ്യം ചെയ്ത 2 പേർ ഇതിനകം ഗൾഫിലേക്ക് കടക്കുകയും ചെയ്തു. പൂച്ചക്കാട്ടെ അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകം അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് അനൌദ്യോഗിക കൂച്ചുവിലങ്ങ്. ഇതോടെ അന്വേഷണം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത അവസ്ഥ. മന്ത്രവാദിനി ജിന്നുമ്മ എന്ന ഷമീന, ഭർത്താവ് ഉബൈസ്, ജിന്നുമ്മയുടെ സഹായി അസ്നിഫ, തട്ടിയെടുത്ത 596 പവൻ സ്വർണം വിൽക്കാൻ സഹായിച്ച ആയിഷ എന്നിവരാണ് റിമാൻഡിലുള്ളത്.
ജിന്നുമ്മയുമായി ബന്ധപ്പെട്ട് കോടികളുടെ സാമ്പത്തിക ഇടപാടുകളാണ് നടന്നതെന്നാണ് കണ്ടെത്തൽ. സംഘത്തിലെ കൂടുതൽ കണ്ണികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. ഇതിൽ ചിലർക്ക് വേഗത്തിൽ വലിയ സമ്പാദ്യമുണ്ടായതായും ഡിവൈഎസ്പി KJ ജോൺസന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കണ്ടെത്തി. ഇതോടെ ചിലരെ പ്രതി ചേർക്കാനുള്ള ശ്രമം നടന്നെങ്കിലും അതിനുള്ള അനുമതി പോലീസ് ഉന്നതങ്ങളിൽ നിന്ന് ലഭിച്ചില്ല. മൗവൽ സ്വദേശി റാബിയ, മക്കളായ ഉബൈസ്, റയീസ് എന്നിവരെ ചോദ്യം ചെയ്തതിൽ ലക്ഷക്കണക്കിന് രൂപ കൈകാര്യം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. പറയത്തക്ക വരുമാനമൊന്നുമില്ലാത്ത ഇവർ ആഡംബര വീടുണ്ടാക്കിയത് എങ്ങനെയെന്ന അന്വേഷണ സംഘത്തിന്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല. പൂച്ചക്കാട് സ്വദേശിയായ അബ്ദുൽ റഹ്മാൻ, മകൻ ഷമ്മാസ് എന്നിവരെയും അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. രാജ്യം വിടാൻ പാടില്ലെന്ന് ഷമ്മാസിന് കർശന നിർദ്ദേശം നൽകിയെങ്കിലും ഇയാൾ വിദേശത്തേക്ക് കടന്നു. മൗവൽ സ്വദേശിയായ ഉബൈസും അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം വകവെക്കാതെ വിദേശത്തേക്ക് പോയി. ഇവരെ പ്രതി ചേർക്കാനായി പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിക്കായി അന്വേഷണ സംഘം കാത്തിരുന്നതോടെയാണ് ഇരുവരും രാജ്യം വിട്ടത്. ന്യൂസ് 18 കാസർഗോഡ്. വളരെ തിരക്കു പിടിച്ചൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പല വീട്ടിലും അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്. മക്കളുടെ കാര്യം തിരക്കാനോ അവരുടെ ഒപ്പം ഇരുന്ന് വിശേഷങ്ങൾ കേൾക്കാനോ പലർക്കും സമയമില്ല. ചില കുടുംബങ്ങളിൽ മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കിനിടയിലാണ് മക്കൾ ജീവിക്കുന്നത്. ഇതിനിടെ മക്കളെ തേടി പല സൗഹൃദങ്ങളും എത്താം. പത്തനംതിട്ടയിലെ കൗമാരക്കാരിക്കും അതായിരിക്കും സംഭവിച്ചത്. മദ്യപാനിയായ അച്ഛൻ, അമ്മയുടെ വേണ്ട കരുതലും സ്നേഹവും അവൾക്ക് ലഭിച്ചിരുന്നില്ല. അതിനിടെ കടന്നുകൂടിയ ചില ആൺസുഹൃത്തുക്കളുടെ ചതിയാണ് കേരളത്തെ നടുക്കിയ പീഡന പരമ്പരയ്ക്ക് കാരണം. ഈ ലോകത്തെ പ്രണയക്കെണിയെക്കുറിച്ച് മക്കളോട് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം. അവർക്ക് വീട്ടിൽ തന്നെ മനസ്സ് തുറക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണം. നമ്മുടെ വീടുകളിലും ഇതുപോലുള്ള ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.